ഇത് ചാലഞ്ച് കോഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഡിറാക്സ് തിയറം ഫോർ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ്. വൈ ഈസ് ഇറ്റ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ എ സിമ്പിൾ ഗ്രാഫ് ടു ഹാവ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്? അപ്പോൾ ഡിറാക്സ് തിയറം സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ സ്റ്റേറ്റ് ചെയ്യാനാണ് ഡിറാക്സ് തിയറം എപ്പോഴും കാണാറുള്ളത്. പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അത് എന്തുകൊണ്ടാണ് നെസസറി കണ്ടീഷൻ അല്ലാത്തതെന്നാണ് പറയുന്നത്. അപ്പം ഡിറാക്സ് തിയറം പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു സഫീഷ്യൻറ്റ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് എഴുതാം. എ സഫീഷ്യൻറ്റ് കണ്ടീഷൻ for a simple graph അപ്പോൾ ഇതാണ് ഡിറാക്സ് തിയറം എന്ന് പറയുന്നത്. എ സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ സിമ്പിൾ ഗ്രാഫ് ജി ടു ഹാവ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഈസ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് എവറി വേർട്ടെക്സ് ഇൻ ജി ബി അറ്റ്ലീസ്റ്റ് n/2 വേർ n ഈസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ജി. അതായത് n നമ്പർ ഓഫ് വേർട്ടിസസ് ഉണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഗ്രാഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് അതിൽ ഉണ്ടാവണമെങ്കിൽ, സിമ്പിൾ ഗ്രാഫിൽ ഉണ്ടാവണമെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഡിഗ്രി, എല്ലാ വെർട്ടെക്സിൻ്റെയും മിനിമം ഡിഗ്രി എന്തായിരിക്കണം? n/2 ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഡിറാക്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിറാക്സ് തിയറം ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇതിലൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് നെസസറി കണ്ടീഷൻ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ഗ്രാഫിന് എന്താ പറയുക, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടാവാനുള്ള നെസസറി കണ്ടീഷൻ എന്താണെന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ നമുക്കിവിടെ കൊടുക്കാം. കൺസിഡർ എ ഗ്രാഫ്. G1 be the ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഗ്രാഫ് കൊടുത്ത് നോക്കിക്കുക. അപ്പം ഈ ഗ്രാഫ് നോക്കിക്കേ. ഈ ഗ്രാഫ് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യണ ഒരു ഗ്രാഫാണ് അല്ലേ. ഇതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യണ ഒരു ഗ്രാഫാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എഡ്ജസിന് വേണമെങ്കിൽ നെയിം ചെയ്യാം. E1, E2, E3, E4, E5, E6. ഇതിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഏതാണ്? ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്, ഈ ഗ്രാഫിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ് എന്ത്? A E1, B E2, C E3, D E4, E E5, F E6, A. അതായത് എ എന്ന് തുടങ്ങി എയിലേക്ക് തന്നെ തിരിച്ചു വന്നത് അതൊരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് അല്ലേ? ആണ്. എല്ലാ വേർട്ടിസസും ഇവിടെ കവർ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇതാണ്. അപ്പോൾ ഇതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് G1 ഈസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഓൾസോ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഈ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫിൽ നിങ്ങൾ ഏതെങ്കിലും പാരലൽ എഡ്ജസ് കാണുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ലൂപ്സ് കാണുന്നുണ്ടോ? അതും ഇല്ല. ഹെൻസ് നമുക്ക് എഴുതാം, സിൻസ് G1 ഡസ് നോട്ട് കണ്ടെയ്ൻ ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്, G1 is a simple graph. ഇനി നോക്കിക്കേ, അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വേർട്ടിസസ് എന്താണ്? ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ജി എത്രയാണെന്ന് നോക്കാം. G1 എത്രയാണെന്ന് നോക്കാം. 1 2 3 4 5 6 വേർട്ടിസസ് ഉണ്ട്. ദ നമ്പർ ഓഫ് വേർട്ടിസസ് അപ്പോൾ നമ്മുടെ ഡിറാക്സ് തിയറം പ്രകാരം ഹാമിൽട്ടൺ ഒരു സിമ്പിൾ ഗ്രാഫാണ് നമ്മുടെ G1. അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് വേണമെങ്കിൽ മിനിമം എത്ര ഡിഗ്രി വേണം? n/2 വേണം. സോ ബൈ ഡിറാക്സ് തിയറം പ്രകാരം എന്ത് വേണം? ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടെക്സ് in G1 must be at least
n/2. n/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 6/2 ആണ്. അപ്പോൾ അതെന്താണ്? അതിൻ്റെ ആൻസർ 6/2 ആണ്. അതിൻ്റെ ആൻസർ 3 ആണ് അല്ലേ? 3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ നോക്കിക്കേ, ഇവിടുത്തെ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? ഇവിടുത്തെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആണ്, ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആണ്, ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആണ്. ഏത് വെർട്ടെക്സ് എടുത്താലും ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. ബട്ട് എവറി വെർട്ടെക്സ് ഇൻ G1 ഹാസ് ഡിഗ്രി, അതിൻ്റെ ഡിഗ്രി എന്താണ്? ഈസ് 2 വിച്ച് ഈസ് ലെസ് ദാൻ 3. മിനിമം 3 വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 3നേക്കാൾ ചെറിയൊരു എന്താ പറയുക ഡിഗ്രിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ? പക്ഷേ എന്നിട്ടും അതൊരു എന്താണ്? ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. ബട്ട് സ്റ്റിൽ G1 ഈസ് എ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്. ഹെൻസ് ഡിറാക്സ് തിയറം എന്താണ്? അപ്പോൾ ഡിറാക്സ് തിയറം നെസസറി കണ്ടീഷൻ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നെസസറി കണ്ടീഷൻ അല്ലാത്ത എന്തുകൊണ്ടാണ്? ഡിറാക്സ് തിയറം പ്രകാരം നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? n വെർട്ടിസസ് ഉണ്ടെങ്കിൽ മിനിമം n/2 എങ്കിലും ഡിഗ്രി വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രാഫ് കാണിച്ചു. ആ ഗ്രാഫിന് മിനിമം ഡിഗ്രി n/2 അല്ല, ബട്ട് സ്റ്റിൽ എന്താണ്? അതൊരു ഹാമിൽട്ടോണിയൻ ഗ്രാഫാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, ഇത് ചാലഞ്ച് കോഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നവംബർ 2025 ചാലഞ്ച് കോഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഡിഫൈൻ കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് വിത്ത് 25 വെർട്ടിസസ്. ഇപ്പോൾ ഈ ചോദ്യത്തിൽ നോക്കിക്കേ, കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ പ്രാവശ്യത്തെ ചാലഞ്ച് കോഴ്സിൽ ചോദിച്ചത് കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് എന്താണെന്നാണ്. പക്ഷേ നാളത്തെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് എന്താണെന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും, ഇപ്പോൾ എനിക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു പ്രോബബിലിറ്റിയാണ് ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത്. പക്ഷെ നാളെ അത് തന്നെ ചോദിക്കണം നിർബന്ധമില്ല. അപ്പം അതുപോലെ തന്നെ മൊഡ്യൂൾ 3ൻ്റെ വീഡിയോയിൽ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, മിനിമലി കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ ട്രീ എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ട്രീയിൽ ഇപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്, വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എഴുതുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടി നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് മാത്രം നമുക്കൊരു കുറച്ചും കൂടി ഒരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം എന്നൊരു നിർബന്ധമില്ല, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് എന്താണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, എ കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് ഈസ് എ സിമ്പിൾ ഡയഗ്രാഫ് ഇൻ വിച്ച് ദർ ഈസ് exactly one edge directed from every vertex to every other vertex. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിൽ, അതായത് എഡ്ജസിന് ഡയറക്ഷൻ ഇല്ലാത്തൊരു ഗ്രാഫിൽ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതായിരുന്നു കംപ്ലീറ്റ് ഗ്രാഫ്. അതായത് എല്ലാ പെയർ ഓഫ് വേർട്ടിസസ് തമ്മിലും അവിടെ ഒരു എഡ്ജ് ഉണ്ട്. ഇതിനാണ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് ഗ്രാഫാണ്. അതായത് ഏത് ഡയറക്ഷനിലേക്ക്, ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്താലും 2 ഡയറക്ഷനിലേക്കും എഡ്ജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ 2 പെയർ ഓഫ് വേർട്ടിസസ് ഉണ്ട് അല്ലേ? അവിടേക്ക് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് പോകുമ്പം ഇങ്ങനെയും വരണം. അപ്പോഴാണ് ഇതെന്താവണത്? ഇതൊരു കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫാണത്. കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫാണത്. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കംപ്ലീറ്റ് അറിയുമ്പോൾ എല്ലാ പെയർ ഓഫ് വേർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടായിരിക്കണം. ഏതിൻ്റെ കേസിൽ? ഡയറക്ഷൻ ഇല്ലാത്ത കേസിൽ. ഇവിടെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പെയർ ഓഫ് വേർട്ടിസസ് എടുത്താലും അവർ തമ്മിൽ 2 ഡയറക്ഷനിലേക്ക് എന്തുണ്ടായിരിക്കണം? എഡ്ജസ് ഉണ്ടായിരിക്കണം. അതിനാണ് കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചു നിങ്ങൾ, സിമ്പിൾ ഡൈഗ്രാഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം ഇതൊരു കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സിമ്പിൾ അല്ലല്ലോ, കാരണം നോക്കി ഇവിടെ ഒരു പാരലൽ എഡ്ജ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇത് പാരലൽ എഡ്ജ് ആണോ? ഇത് പാരലൽ എഡ്ജ് അല്ല. നമ്മൾ പാരലൽ എഡ്ജ് എങ്ങനെയാണ് പറഞ്ഞത്? ഇപ്പോൾ അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാരലൽ എഡ്ജ് ആണ്. ഇവിടെ ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഡയറക്റ്റഡ് ഗ്രാഫിൽ പാരലൽ എഡ്ജ് എപ്പോഴാണ് വരിക വെച്ചാൽ 2 എഡ്ജും ഒരേ ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് അതിന് പാരലൽ എഡ്ജ് ആയിട്ട് നമ്മൾ കാണുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 എഡ്ജും 2 ഡയറക്ഷനിലേക്കല്ലേ ഓരോ സൈഡിലും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാണ്ട് ഒരു സൈഡിലേക്കല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പാരലൽ എഡ്ജ് അല്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു സിമ്പിൾ ഡയഗ്രാഫാണ്. അപ്പോൾ ഇവിടെയും സിമ്പിൾ ഡയഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഡയഗ്രാഫ് എന്ന് പറയുമ്പോൾ അതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ആൻഡ് അതിലെന്തായിരിക്കും? ലൂപ്പും ഇല്ല, പാരലൽ എഡ്ജും ഇല്ല ആ അർത്ഥത്തിൽ. ഇനി കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫിൻ്റെ ഡെഫിനേഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ അത് വേണമെങ്കിൽ നാളെ ചോദിക്കാം, ഒന്നും പറയാൻ പറ്റില്ല, ചോദിക്കില്ല നമുക്ക് ഒരു ചാൻസും പറയാൻ പറ്റില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കാം, അതിൻ്റെ ഒരു എക്സാമ്പിളും ഒന്ന് വരച്ചേക്കാം. പിന്നെ ഇവിടെ ഡിഫൈനെ ചോദിച്ചിട്ടുള്ളൂ നമ്മളടുത്ത്.
പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ വരയ്ക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ വരച്ചു തന്നിട്ടുണ്ട്. ഈ എക്സാമ്പിൾ കൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് വരയ്ക്കാം. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്തെന്താ വെച്ചാൽ കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫും സിമെട്രിക് ഗ്രാഫിൻ്റെയും 25 വേർട്ടിസസ് ഉള്ള ഈ ഗ്രാഫുകളിലെ എഡ്ജസ് എത്ര എണ്ണാന്നുള്ളതാണ്. അതിൻ്റെ ഫോർമുലയാണിത്. കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് ആണെങ്കിൽ n×n-1 ഡിവൈഡ് ബൈ 2, കംപ്ലീറ്റ് സിമെട്രിക് ഗ്രാഫ് ആണെങ്കിൽ n×n-1 എഡ്ജസും ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. കംപ്ലീറ്റ് അസിമെട്രിക് ഗ്രാഫ് ആകുമ്പോൾ 300 എന്നും ആൻസർ കിട്ടും, കംപ്ലീറ്റ് സിമെട്രിക് ആകുമ്പോൾ 600 എന്നും ആൻസർ കിട്ടും. സോ ഇതാണ് ഈച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ അസിമെട്രിക്കിൻ്റെ കൂടി ഡെഫിനേഷനും അതിൻ്റെ ഒരു എക്സാമ്പിളും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ് കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. ഈസ് ദർ എനി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇത് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നാളത്തെ ഇതിനും മാർക്കിനും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇത് 3 മാർക്കല്ലേ വെച്ചിട്ട് ഇത് വെറുതെ ഒഴിവാക്കി വിടണ്ട. ചിലപ്പോൾ 5 മാർക്കിനും വേറെ പ്രീവിയസ് 2019 സ്കീമിൽ 5 മാർക്കിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനും ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ ഇതിന് ആൻസർ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇതതിൻ്റെ എന്താ പറയുക, നമ്മൾ എക്സാമിന് എഴുതേണ്ട രീതിയിൽ ഇവിടെ എഴുതി വെച്ചതാണ്. നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് നമ്മളിങ്ങനെയാണ് എഴുതുന്നത്. അത് നിങ്ങളത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് എഴുതാം. ഓക്കെ, ഈ തന്നിരിക്കുന്ന സാധനം എഴുതിയിട്ട് നിങ്ങൾ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഫിഗറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനൊരു ഫിഗർ ആദ്യം വരയ്ക്കണം. ഓക്കെ, ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഈ കോണിക്സ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എന്തുണ്ട്? 2 ഐലൻഡ്, സിയും ഡിയും എന്ന് പറഞ്ഞ 2 ഐലൻഡ് ഉണ്ട്. 2 ബാങ്കുകളുണ്ട്, എയും ബിയും എന്നുള്ള 2 ബാങ്ക് ഉണ്ട്. ഇവിടെ ഈ ബാങ്കിനെയും ഐലൻഡിനെയും കണക്ട് ചെയ്തിട്ട് ബ്രിഡ്ജസ് ഉണ്ട്, 7 ബ്രിഡ്ജസ് ഉണ്ട്. ആ ബ്രിഡ്ജസാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കളറൊന്ന് മാറ്റാം. ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ആ ബ്രിഡ്ജസ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ എ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, സി എന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഡി എന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബി സ്റ്റാർട്ട് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ബ്രിഡ്ജസിലൂടെ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്യണം. ഓക്കെ, ഒറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ 7 ബ്രിഡ്ജിലും ട്രാവൽ ചെയ്തിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ചെത്തണം. അതായത് എവിടെ നിന്നാണോ തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ചെത്തണം. കണ്ടീഷൻ എന്താണ്? 7 ബ്രിഡ്ജിലും നമ്മൾ എന്ത് പോകണം? എക്സാക്ട്ലി ഒരു തവണ മാത്രം നമ്മൾ ട്രാവൽ ചെയ്യണം. ഓക്കെ, അതാണ് പ്രോബ്ലം. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ആലോചിച്ച് നോക്കി. ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ആരാണ്? ഓയിലറാണ്. ഓയിലർ എന്ത് ചെയ്തു വെച്ചാൽ ഓയിലർ ഈ ഒരു സിറ്റുവേഷനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്തു. അതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് ഐലൻഡ്സിനെയും ബാങ്ക്സിനെയും ഒക്കെ വേർട്ടിസസ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഓക്കെ, എ, സി, ഡി, ബി. ഓക്കെ, ഓയിലർ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെയാണ്. എന്നിട്ട് ബ്രിഡ്ജസിനെ എന്താക്കി? നമ്മൾ എഡ്ജുകളായിട്ട് വരച്ചു. എന്നിട്ട് ഓയിലർ എന്താക്കി? അപ്പോൾ ശരിക്കും ഒന്ന് നോക്കിക്കേ, നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ചെത്തും വേണം. എല്ലാ ബ്രിഡ്ജസിലൂടെ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്യണം. അതായത് ഒരു ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസും എക്സാക്ട്ലി 1 ടൈം നിങ്ങൾ കവർ ചെയ്തിട്ട് തുടങ്ങിയോടത്ത് തന്നെ തിരിച്ചെത്തണം. തുടങ്ങിയോടത്ത് തന്നെ തിരിച്ചെത്താൻ പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് വോക്കാണ്. ആൻഡ് എല്ലാ എഡ്ജസിലും ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ എഡ്ജസും ട്രാവൽ ചെയ്യണം. അതായത് ഒരു ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസും കവർ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വോക്ക്. അതിനെ വിളിക്കുന്ന പേരാണ് ഓയിലർ ലൈൻ എന്നുള്ളത്, അല്ലേ? ഓയിലർ ലൈൻ എന്ന് അതിനല്ലേ വിളിക്കുന്നത്. ഓയിലർ ലൈൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് ഓയിലർ ഗ്രാഫ്. ശരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതൊരു ഓയിലർ ഗ്രാഫ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓയിലർ ഗ്രാഫ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഓരോ എഡ്ജസിൻ്റെയും ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി നോക്കും. എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൺ നമ്പർ ആണെങ്കിൽ അതൊരു ഓയിലർ ഗ്രാഫാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? ഈ ഡി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണോ? 1, 2, 3 ഇതിൻ്റെ ഡിഗ്രി വരുന്നത്. അതൊരു ഈവൺ നമ്പർ ആണോ? അല്ല, അതൊരു ഓഡ് നമ്പർ അല്ല. അപ്പോൾ ഈ ഗ്രാഫ് എന്താണ്? അതൊരു ഓയിലർ ഗ്രാഫ് അല്ല. അപ്പോൾ ഓയിലർ ആണ് പറഞ്ഞത് എന്താണ്? ഇതിന് സൊല്യൂഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഈസ് ദർ എനി സൊല്യൂഷൻ ടു ദ പ്രോബ്ലം എന്നാണ്. ഈ ക്വസ്റ്റ്യൻ എന്തില്ല? സൊല്യൂഷൻ ഇല്ല. അത് ആരാണ് കണ്ടുപിടിച്ചത്? ഓയിലർ ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഓയിലർ റെപ്രസെൻറ്റഡ് ദ സിറ്റുവേഷൻ ബൈ മീൻസ് ഓഫ് എ ഗ്രാഫ്. ദ വെർട്ടിസസ് റെപ്രസെൻറ്റ് ദ ലാൻഡ് ഏരിയാസ് ആൻഡ് ദ എഡ്ജസ് റെപ്രസെൻറ്റ് ദ ബ്രിഡ്ജസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ഫിഗറും വരയ്ക്കണം. കാരണം ഇതാണ് ശരിക്കും ഉണ്ടായിരുന്ന അവിടുത്തെ സിറ്റുവേഷൻ. അതിനെ ഗ്രാഫിക്കലി വരച്ചതാണ് ഇത്. അപ്പോൾ ഈ 2 ഫിഗർ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും വരയ്ക്കണം. പിന്നെ ഓയിലർ പ്രൂവ്ഡ് ദാറ്റ്
a solution for this problem does not exist since all the vertices are not even degree. അപ്പോൾ all vertices even degree അല്ലാത്തതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇതൊരു ഓയിലർ ഗ്രാഫ് അല്ല. Thus it is not possible to walk over each of the 7 bridges exactly once and return to the starting point. അപ്പോൾ ഇതാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് ഞാൻ 5 മാർക്കിനും ഈ സെയിം ചോദ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സ്കിപ്പ് അടിക്കാൻ നിൽക്കണ്ട, ഇത് എളുപ്പമാണ് ആൻസർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയും വരുന്നുള്ളൂ. ഇത് ചാലഞ്ച് കോഴ്സിൽ 5 മാർക്സിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാലഞ്ച് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നവംബർ 2025 ഉണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, അതിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ യൂണിയൻ ഇൻ്റർസെക്ഷൻ റിംഗ്സം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂണിയൻ ഇൻ്റർസെക്ഷൻ റിംഗ്സം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും കൂടി ഉള്ളതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് യൂണിയൻ ഇൻ്റർസെക്ഷൻ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. യൂണിയൻ എങ്ങനെ വരയ്ക്കുന്നത്? 2 ഗ്രാഫുകൾ തന്നു കഴിഞ്ഞാൽ G1 ആൻഡ് G2 തന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിയൻ എങ്ങനെ പറയാം? യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർട്ടെക്സ് സെറ്റും അതുപോലെ തന്നെ എഡ്ജ് സെറ്റിൻ്റെ യൂണിയനാണ് G1 യൂണിയൻ G2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ എത്ര വേർട്ടീസസ് ഉണ്ട് അത് മൊത്തം എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ വരച്ചു വെക്കുക. അപ്പോൾ V1 വരച്ചു, പിന്നെ ഏതാണ് ഉള്ളത്? V2 ഉണ്ട്, പിന്നെ V3 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്. അപ്പം G1ലുള്ള എല്ലാ വേർട്ടീസസും വരച്ചു. ഇത് യൂണിയനാട്ടോ വരയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? നമുക്ക് നമ്മുടെ G2ലുള്ള വേർട്ടീസസ് വരയ്ക്കാം. അതിൽ V1, V2, V5ഉം V4ഉം ആദ്യം വരച്ചു കഴിഞ്ഞു. ഇനി V6ഉം കൂടി വരയ്ക്കാനുള്ളൂ. അപ്പോൾ ആ വേർട്ടീസസ് ഒക്കെ വരച്ചു. ഇനി ഇതിലുള്ള എഡ്ജസ് എല്ലാം കൂടി വരയ്ക്കുക. അപ്പോൾ G1ലുള്ള എഡ്ജസ് വരയ്ക്കുക. G1ലുള്ള എഡ്ജ് ഏതാണ്? ഒന്ന് E1, പിന്നെ ഏതാണ്? E2 ഉണ്ട്, പിന്നെ E3 ഉണ്ട്, E4 ഉണ്ട്, E5 ഉണ്ട്, E6 ഉണ്ട്. അപ്പം G1ലുള്ള എല്ലാ എഡ്ജസുമായി. ഇനി G2ലുള്ള എല്ലാ എഡ്ജസും ഉണ്ടോ നോക്കാം. G1 നമ്മൾ ഓൾറെഡി വരച്ചു, G6 വരച്ചു, G9 വരച്ചിട്ടില്ല. അപ്പോൾ G9 നോക്കിയാൽ V1ൻ്റെ V5ൻ്റെ ഇടയിലാണ് എന്ത് പറയുന്നത്? G9 വരുന്നത്. ഇവിടെ V1ൻ്റെ V5ൻ്റെ ഇടയിൽ E5 വരുന്നത്. അപ്പോൾ E9 വരയ്ക്കണം. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഇതിൻ്റെ പുറത്തു കൂടെ E5ൻ്റെ പുറത്തു കൂടെ വരയ്ക്കരുത്, നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പുറത്തു കൂടെ വരയ്ക്കാം. ഇനി അടുത്തത് E10 ഉണ്ട് എവിടെ? V6ൻ്റെ V5ൻ്റെ ഇടയിൽ. അപ്പോൾ E10, അത് കഴിഞ്ഞ് E7, V6ന് V7ൻ്റെ ഇടയിൽ. പിന്നെ ഏതാണ്? V6ൻ്റെയും V4ൻ്റെ അവിടെ എന്തുണ്ട്? E8ഉം കൂടി ഉണ്ട്, E8. നമുക്കൊന്ന് കുറച്ച് വൃത്തിയിൽ വരയ്ക്കാം അല്ലേ? ഇതൊന്ന് V5 ഇവിടെ കൊടുക്കാം. ഇത് V5, ഇത് E8, ഇതാണ് E5. അതുപോലെ ഇതെന്താണ്? ഇത് E10 ആണിത്. സോറി, ഇത് E5 അല്ല, ഇത് E4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ യൂണിയൻ വരച്ചു. അപ്പോൾ G1 യൂണിയൻ G2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറഞ്ഞാൽ G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർട്ടീസസ് എഡ്ജസ് മാത്രം വരച്ചാൽ മതി. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള വേർട്ടീസസ് ഏതൊക്കെയാണ്? V1 ഉണ്ട്, പിന്നെയോ V2 ഉണ്ട്, പിന്നെ V5 ഉണ്ട്, V4 ഉണ്ട്. കോമൺ ആയിട്ട് വരുന്ന വേർട്ടീസസ് അതൊക്കെയാണ്. ഇനി എഡ്ജസ് ഏതൊക്കെയാണ് കോമൺ ഉള്ളത്? E1 ഉണ്ട്, E6 ഉണ്ട്. വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, വേറെ ഒന്നും കോമൺ ആയിട്ടില്ല. അപ്പോൾ E1 വരയ്ക്കുക, പിന്നെ എന്ത് വരയ്ക്കുക? E6ഉം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ V4 അവിടെ എടുത്ത് വയ്ക്കണം, കാരണം പലരും V4 അങ്ങോട്ട് മറക്കുക ചെയ്യുക. അപ്പോൾ ഇത് ഐസൊലേറ്റഡ് വെർട്ടെക്സ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തെടുക്കണം. അപ്പോൾ G1 ഇൻ്റർസെക്ഷൻ G2 എന്ന് പറഞ്ഞാൽ ഇതും, G1 യൂണിയൻ G2 എന്ന് പറഞ്ഞാൽ ഇതുമാണ്. ഇനി G1 റിംഗ്സം G2 ആണ് നമുക്ക് കാണുള്ളത്. G1 റിംഗ്സം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, G2. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ വെർട്ടെക്സ് സെറ്റ് ഇതിൻ്റെയൊക്കെ യൂണിയൻ വെർട്ടെക്സ് സെറ്റും, എന്നിട്ട് നമ്മൾ ഇൻ്റർസെക്ഷനിൽ നമ്മൾ 2 എഡ്ജസ് വരയ്ക്കില്ലേ, കോമൺ ആയിട്ടുള്ള എഡ്ജസില്ലേ, അവർ മൈനസ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള എല്ലാ എഡ്ജസ് വരയ്ക്കുക. അതായത് വെർട്ടെക്സ് സെറ്റ് എല്ലാം വരയ്ക്കുക, എന്നിട്ട് ഇൻ്റർസെക്ഷനിൽ നമ്മൾ വരച്ചിട്ടുള്ള എഡ്ജസ് ആ 2 എണ്ണം ഒഴിവാക്കിയിട്ട് എത്രയാണോ വരുന്നത് ആ എഡ്ജസൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എഡ്ജസൊക്കെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് വെർട്ടെക്സ് സെറ്റ് എല്ലാത്തിലുള്ള വെർട്ടെക്സ് സെറ്റ് ആദ്യം വരയ്ക്കാം. 2 ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സ് സെറ്റും നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, 2 ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സ് സെറ്റും. അപ്പോൾ ഏതൊക്കെയാണ്? V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്, V6 ഉണ്ട്. ഇനി ഇതിൽ ഇൻ്റർസെക്ഷനുള്ള 2 എഡ്ജസ് ഏതൊക്കെയാണ്? E1ഉം E6ഉം. അത് ഒഴിച്ചിട്ട് 2 എന്നല്ല, ഇൻ്റർസെക്ഷനിൽ എത്ര എഡ്ജസ് ഉണ്ടോ അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഇൻ്റർസെക്ഷനിൽ ഇവിടെ 2 എഡ്ജസേ ഉള്ളൂ, E1ഉം E6ഉം. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ എഡ്ജസും ഇവിടെ വരയ്ക്കുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ എഡ്ജസ് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? E5 ഉണ്ട്, E9 ഉണ്ട്, E5ഉം E9ഉം ഉണ്ട്. പിന്നെ ഏതാണ്? E7 ഉണ്ട്, പിന്നെ E10 ഉണ്ട്,
പിന്നെ E8 ഉണ്ട്, E4 ഉണ്ട്, E3 ഉണ്ട്, E8 ഉണ്ട്, സോറി E8 അല്ല E2 ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയേ വരുന്നുള്ളൂ, ബാക്കി E1 E6 വരില്ല. അപ്പോൾ റിംഗ് സം എന്ന് പറഞ്ഞ ഇതാണ്, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്, യൂണിയൻ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പം ഒരു ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഡെഫിനേഷൻ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക, ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. അതും ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.